ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നാളത്തെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും കഥയും അതോടൊപ്പം തന്നെ അടുത്ത ഒരാഴ്ചത്തെ കഥയുമൊക്കെ ആയിട്ടാണ് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വിജയലക്ഷ്മിയുടെയും ഗീതുവിൻ്റെയും ആ പ്ലാന്, പ്രത്യേകിച്ച് നമ്മുടെ വിജയലക്ഷ്മിയാണ് കേട്ടോ ഈ പ്ലാനിൻ്റെയൊക്കെ പിന്നിൽ. ഇത്രയധികം ബുദ്ധി ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഈ ഒരു രാധികയെ വെറുതെ അങ്ങോട്ട് ഈ ഒരു കേസിൽ മാത്രം പെടുത്താതെ രാധിക ഇത്രയും നാളും ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും ഈ ഒരു കേസ് വഴി അഴിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ രാധികയുടെ എല്ലാ കള്ളത്തരങ്ങളും ഗോവിന്ദൻ്റെ മുന്നിൽ വെറുതെ ഗീതു ഇപ്പോൾ രാധികയുടെ പേര് പറഞ്ഞ് രാധികയെ അറസ്റ്റ് ചെയ്താൽ ഗീതുവിന് ആ ഒരു പേര് ദോഷം കൂടിയാവും ഗോവിന്ദൻ്റെ മനസ്സിൽ. ഒരു ഇഷ്ടക്കേട് കൂടിയാകും രാധികാമ്മയെ അറസ്റ്റ് ചെയ്യാൻ ഇവൾ കാരണക്കാരി ആയല്ലോ. ഇപ്പോൾ കുറ്റം തെളിഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒരു കുറച്ച് നാളത്തേനെങ്കിലും ആ ഒരു ഇഷ്ടക്കേട് ഉണ്ടാകും. അപ്പോൾ ഇവളെ കള്ളക്കേസ് കൊടുത്താണെന്നോ എന്ത് വേണേലും പറഞ്ഞ് ഇവിടെ വെറുതെ കള്ളത്തരത്തിൽ മൊഴി കൊടുത്തതാണെന്നോ ആ ഒരു രീതിയിലൊക്കെ കഥ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഇന്ന് നടന്ന ഈ ഒരു സംഭവം വെച്ചിട്ട് എല്ലാ കേസുകളും ചേതൻ ഗ്രൂപ്പിനെതിരായിട്ട് അന്വേഷണം വന്നു കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ചേതൻ ഗ്രൂപ്പ് വെറുതെ ഇരിക്കുന്നു ഒന്നുണ്ടോ? ഇല്ല, ചേതൻ ഗ്രൂപ്പ് ഇവരെ പോലെ തന്നെയുള്ളൊരു ഉയർന്നൊരു സ്ഥാപനം തന്നെയാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് രീതിയിലുള്ള ഷെയ്ഡുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും വെറുതെ ഇരിക്കത്തില്ല. അവരിതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ബുദ്ധിമുട്ടും. അങ്ങനെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നൊരവസ്ഥ വരുമ്പോഴേക്കും കൂടുതൽ അന്വേഷണങ്ങളുണ്ടാകും. ഈ അന്വേഷണത്തിൽ രാധികാമ്മയും വരുണും കയ്യോടെ പോലീസ് പിടികൂടും. അവസാനം ഗീതുവിന് ഗോവിന്ദനെ സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഐഡിയ വിജയലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു ജീനിയസിൻ്റെ തലയിൽ നിന്ന് വന്ന ഒരു ഐഡിയ തന്നെയാണ്, കിഡിലൻ ഐഡിയ. എന്തായാലും നമുക്ക് അടുത്ത ആ ഒരാഴ്ചത്തെ കഥയിൽ കിഷോറിനെ ഗീതു കുറേ അധികം ബുദ്ധിമുട്ടിക്കുന്ന കുറേ കാര്യങ്ങളൂടെ ഉണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിലേക്കും ഒക്കെ നമ്മൾ വരികയാണ്. പിന്നെ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണോ അടുത്ത ആഴ്ച ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷം എന്തായാലും ഗീതുവിനോട് ഗോവിന്ദന് നന്ദി പറയാൻ മറന്നില്ല. നേരെ ഗീതുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് എന്തായാലും നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിച്ചു. നീ എന്നെ ഇത്ര നാളും പറ്റിക്കുകയായിരുന്നല്ലേ, അമ്മയോട് ദേഷ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ എന്നെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ലേ നീ എന്നോട് അമ്മയെക്കുറിച്ച് ഓരോ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീതു ചിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണല്ലേ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ആയിക്കോട്ടെ. അയ്യോ കണ്ണേട്ടനത് മനസ്സിലാക്കി എടുത്തോ എന്നൊക്കെ ചോദിച്ച് ഗീതുവിൻ്റെ ഒടുക്കത്തെ അഭിനയം തുടങ്ങി കേട്ടോ. കണ്ണേട്ടനത് മനസ്സിലാക്കി കളഞ്ഞോ, ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ട് കണ്ണേട്ടനെ പ്രകോപിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു. അപ്പോഴേക്കും എന്തായാലും അമ്മയായിട്ടുള്ള നിൻ്റെ പ്രശ്നമൊക്കെ തീർന്നല്ലോ, അതോടുകൂടി എനിക്ക് സമാധാനമായി. അപ്പോഴേക്കും ഗീതു ചോദിച്ച്, അപ്പോൾ കണ്ണേട്ടൻ ഡിവോഴ്സ് കേസ് പിൻവലിക്കാനുള്ള അത് നോക്കുമല്ലേ, ഇനി ഡിവോഴ്സ് കേസൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, അത് ഞാനൊന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ, ഡിവോഴ്സ് കേസിൻ്റെ കാര്യം ഒന്നുകൂടെ എനിക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെന്തിനാ കണ്ണേട്ടാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇനി എന്നെ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ ഗീതു, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ആ ഭാവി എൻ്റെ ഈ ഒരു ജീവിതത്തിൽ വന്ന് തൊലച്ച് കളയാനുള്ളതല്ല. നിനക്ക് ഈ ഒരു ചിന്ത മാത്രമല്ല, എന്തായാലും നീ പറഞ്ഞതുപോലെ ചേതൻ ഗ്രൂപ്പ് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അവരെ പിടിക്കാനുള്ള നടപടിയൊക്കെ ആയി. ഇനി നിൻ്റെ ഈ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി നിൻ്റെ IAS പഠനം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഗീതു കൈകൊട്ടിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മണ്ടൻ ഭർത്താവേ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോഴേക്കും ഗോവിന്ദ് തന്ന് വിട്ടുപോയിട്ടോ. അതെ, അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ നിങ്ങളുടെ താലിയും കെട്ടി നിൽക്കുന്നത്. നിങ്ങൾ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കുകയും ചെയ്യും, അത് ഈ അറക്കൽ തറവാട്ടിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു നേരെ നമ്മുടെ വിജയലക്ഷ്മിയെ കാണാനായിട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. ലാസ്റ്റ് ആകുമ്പോഴത്തേനും നിങ്ങളെ മറന്നു പോകും. അതുകൊണ്ടാണ് കുറച്ച് നാളത്തേന് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ബാക്കി കഥ കേൾക്കാം. അതിനുശേഷം നമ്മുടെ ഗീതു പോകുന്നത് വിജയലക്ഷ്മിക്ക് അരികിലേക്കാണ്. വിജയലക്ഷ്മിയുടെ അരികിൽ പോയി നിന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. മാത്രമല്ല ഗോവിന്ദ് സാർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ രാധികാമ്മയോട് എനിക്കൊരു വിഷയമില്ലാത്ത രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇനി നിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് കിഷോറാണ്. കിഷോറിനെ പൊരിച്ചെടുക്കാനുള്ള സമയം ആയില്ലേ എന്ന് വിജയലക്ഷ്മി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് തന്നെയാണ് പോകുന്നത്. ഇനി നേരെ ഓഫീസിലേക്കാണ്. എനിക്ക് കിഷോറിൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ സാന്ദ്ര എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞു തന്നായിരുന്നോ, ഇങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാന്ദ്ര പറഞ്ഞു തന്നിരുന്നോ, ശരിക്കും നല്ലതുപോലെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലേ സാന്ദ്ര, എല്ലാം നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു, അതും ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഇനി ഞാൻ പൊരിച്ചടുക്കാൻ പോവുകയാണ് കിഷോറിനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവർണികയാണ് ഈ ഇത് കൊണ്ട് കൊടുക്കുന്നത്, ഈ റിപ്പോർട്ട് ഇങ്ങനെ അവർണികയാണ് കൊണ്ട് കൊടുക്കുന്നത്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഓൾറെഡി അയച്ചു കൊടുത്തിരുന്നു, ഹാർഡ് കോപ്പി അവർണിക ഇങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പ്രോജക്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് ഗീതാഞ്ജലി ബാക്കി കാര്യങ്ങൾ പറയണം എന്നിങ്ങനെ ഗീതാഞ്ജലി പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീത പറഞ്ഞു, പഠിക്കാനൊന്നുമില്ല, ഈ ഒരു പ്രോജക്റ്റ് പറ്റില്ല. ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു, സോഫ്റ്റ് കോപ്പി അയച്ചാൽ എൻ്റെ കയ്യിലുണ്ടല്ലോ, അത് ഞാൻ നോക്കിയായിരുന്നു, ഈ പ്രോജക്റ്റ് പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. അപ്പോഴേക്കും അവർണിക അന്തം വിട്ട് പോയിട്ടോ. അപ്പം എന്താണ് അവർണിക, ഭർത്താവ് എന്തൊക്കെയോ വലിയ കഴിവുള്ള ആളാണെന്നൊക്കെയാണല്ലോ എന്നോട് അന്നും പറഞ്ഞത്, അതിനുശേഷം വന്നിട്ട് പറഞ്ഞത് പ്രൊഫഷണൽ ആയിട്ട് നല്ല കഴിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഇതാണോ തൻ്റെ ഭർത്താവിൻ്റെ കഴിവ്? വെറുതെ അല്ല തൻ്റെ ഉള്ള കമ്പനികളെല്ലാം പോയത്, തൻ്റെ ഉള്ള സ്വത്തുക്കളെല്ലാം കൊണ്ട് കളഞ്ഞ് ഇയാൾക്ക് ഒന്നും അറിയില്ല, ഒരു കാര്യം അറിയത്തില്ല, നേരെ പോകുന്നതല്ലാണ്ട് ഒരു കാര്യം അറിയത്തില്ല. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഈ ഒരു ഫീൽഡിൽ തന്നെ എത്രയധികം പ്രശ്നങ്ങളുണ്ടെന്നറിയാവോ? ഈ ഒരു പ്രൊജക്റ്റിൽ തന്നെ ഒന്നും രണ്ടും അല്ല, അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് ഫെയിലാണ്, ഈ പ്രൊജക്റ്റ് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുത്ത് വിടുകയാണ് കേട്ടോ. അപ്പം വേറെ ഇനി ഡെവലപ്പ് ചെയ്യാൻ പറയുക, അതല്ലാതെ വേറെ നിർവാഹമില്ല. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനനുസരിച്ച്, പിന്നെ തൻ്റെ ഭർത്താവിന് അത് പറ്റില്ലെങ്കിൽ ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അപ്പോൾ അവർണിക ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ശരി ഗീതാഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. എന്തായാലും ചെന്നിട്ട് എന്താ കിച്ചു ഇത്, ഞാൻ അവിടെ ചെന്ന ഗീതാഞ്ജലിയുടെ മുമ്പിൽ നാണം കെട്ടു, ഇത് എന്ത് ഇതാണ് IT പ്രൊജക്റ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതിനെന്താ കുഴപ്പം? ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന IT പ്രൊജക്റ്റ് ഇത് വളരെയധികം കണ്ണിങ്ങാണ്, തല പുകഞ്ഞ് ആലോചിച്ചിട്ട് ഞാൻ റെഡിയാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവരുടെ പറഞ്ഞു. പിന്നെ ഗീതാഞ്ജലി പറഞ്ഞല്ലോ ഇത് പറ്റില്ല, ഇത് ഫെയിലാക്കി കളഞ്ഞു, ഇത് പാസ്സാക്കിയിട്ടില്ല, ഇത് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്, ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഗീതാഞ്ജലി എന്തായാലും വെറുതെ അത് പറയില്ല എന്നറിയാലോ, പിന്നെ അവൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് ഒരു കോടീശ്വരനെ കറക്കി വിവാഹം കഴിച്ചിട്ട് വൈസ് ചെയർമാൻ്റെ കസേരയിൽ കയറിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ താത്തിക്കെട്ടാനായിട്ട് കാണിക്കുന്ന, ഇതിനൊരു കുഴപ്പമില്ല, ഇതിനെന്താ കുഴപ്പമെന്ന് അവൾ പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്തായാലും നമ്മുടെ അവർണിക പറഞ്ഞു, കിഷോർ പ്ലീസ് ഇവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുമൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഗീതാഞ്ജലി ഇരിക്കുകയാണ്. ഗീതാഞ്ജലി ക്യാബിൽ ഇതൊക്കെ കേൾക്കുകയാണ്. എന്നിട്ട് അവർണികയെ വിളിച്ചതിന് ശേഷം കിഷോറിനോട് ഇങ്ങോട്ട് വരാൻ പറ. അവർണികയും വരാമെന്നായിട്ട് പറഞ്ഞു. എന്നിട്ട് ഗീതാഞ്ജലി പറഞ്ഞു, അതേ ഞാൻ കുറേ കേട്ടിരുന്നു, നിങ്ങളവിടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അന്തം വിട്ട് കിഷോർ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണ് അറിയേണ്ടത്, എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് എന്നല്ലേ അതെനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഗീതുവിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് അറിയണമായിരിക്കുമല്ലേ. എന്തായാലും ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. എന്തായാലും ഫസ്റ്റ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും ഉണ്ടാവണം. നമുക്ക് അന്നേരം ഞാനിത് വിശദമായിട്ട് പറയാം. പിന്നെ ഇത് എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദ്യം ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് വിശദീകരിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കേൾക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി, ഇങ്ങനെയൊരു സംശയമുള്ള ചിലരെങ്കിലും ഈ ഒരു കമ്പനിയിൽ ഇനിയും ഉണ്ടെങ്കിലോ, അപ്പോൾ എല്ലാവരും അറിയട്ടെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ മറുപടി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതാഞ്ജലി ബോർഡ് മീറ്റിംഗ് കൂടി ഇപ്പം IT ഒരു പ്രോജക്റ്റിനെ അരച്ച് കാലയ്ക്ക് കുടിച്ച രീതിയിൽ ഇവിടെ അത് പ്രസൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കോട്ടങ്ങൾ മാത്രം, ഇതിൻ്റെ ഒരു നന്മ നമ്മൾ കിഷോർ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ 10 തിന്മ അല്ലെങ്കിൽ 10 പ്രശ്നങ്ങളാണ് പിന്നെ അങ്ങോട്ടേക്ക് ഗീതാഞ്ജലി പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിയാണല്ലോ എന്ന് കിഷോർ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇതൊക്കെ അറിയാമായിരുന്നോ എന്നാണ് കിഷോർ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും അവർണിക പറഞ്ഞു, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവർണികയോട് എനിക്കൊരു കാര്യം പറയാം. ആ ഒരു കമ്പനിയുടെ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഹെഡ് അവർണികയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ വെച്ച് പറയാമെന്ന് തീരുമാനിച്ചത്. ഈ ഒരു സ്റ്റാഫുകൾക്കൊന്നും ഈ അവിടെ നിന്ന് ഐറിഗ്രാം IT സൊല്യൂഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന ഒരു സ്റ്റാഫിനും സ്റ്റാർട്ടിംഗ് സാലറിയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവർക്കൊക്കെ എക്സ്പീരിയൻസ് വളരെയധികം കുറവാണ് എന്നും പറഞ്ഞിട്ട്, എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് കഴിവുകൾ വേണം. എന്തായാലും അതെനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തുടക്കത്തിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് സാലറി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിഷോറിൻ്റെ കാര്യം വരുന്നുണ്ട്. വെറും സ്റ്റാഫിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുമ്പോൾ അത് തുച്ഛമായ ക്യാഷ് മാത്രമാണ്. കിഷോറിനെ ആ നേരത്തെ കിഷോർ ജീവിച്ച ഒരു ജീവിതം, അതായത് അവർണികയുടെ ഭർത്താവായിട്ട് ജീവിച്ച ജീവിതം വെച്ച് നോക്കുമ്പോൾ
എന്തായാലും ഇത് താത്തി കെട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മളെ മനഃപൂർവ്വം എന്നൊക്കെ കിഷോർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവർ ചോദിച്ചു, ഗീതാഞ്ജലിക്ക് നമ്മളോട് മറ്റൊരു വൈരാഗ്യമില്ല, ഗീതാഞ്ജലിക്ക് നിന്നോടോ എന്നോടോ എൻ്റെ ഡാഡിയോടോ ഒരു വൈരാഗ്യമില്ല, മാത്രമല്ല എൻ്റെ ഡാഡിയോട് ബഹുമാനം മാത്രമേ ഉള്ളൂ, പിന്നെ നിൻ്റെ പ്രവൃത്തിയോടൊരു ദേഷ്യമുണ്ട്, ആ പ്രവൃത്തി മാറ്റിയാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ. നീ ഈ പറഞ്ഞ രീതിയിൽ ഗീതാഞ്ജലി നീ എന്തിനു താത്തിക്കെട്ടി കാണുന്നു, അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, തൃപ്തിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും പിന്നെ നമ്മുടെ ഗീതാഞ്ജലി ഈ ഇവനെ കാണിക്കാനായിട്ട്, കിഷോറിനെ കാണിക്കാനായിട്ട്, ഗീതുവും ഗോവിന്ദും തമ്മിലൊരു റിലേഷനും ഇല്ല എന്ന രീതിയിൽ കിഷോർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗീതു കിഷോറിനെ കാണിക്കാനായിട്ട് ഗോവിന്ദുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാധിക അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയുന്ന മരുമകളായിട്ട് ഗോവിന്ദൻ്റെ മുന്നിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗീതാഞ്ജലി. അങ്ങനെ ഗീതുവിൻ്റെ ഈ അഭിനയമൊക്കെ കണ്ട് രാധികാമ്മയും കണ്ണുകളിലിരിക്കുന്നുണ്ട്. ഇവൾക്ക് സത്യത്തിൽ തന്നോട് ദേഷ്യമില്ലേ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ്. മാത്രമല്ല നമ്മുടെ കാഞ്ചന രക്തചന്ദനമൊക്കെ അരച്ച് നമ്മുടെ രാധികയുടെ മുഖത്ത് തേക്കാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു. ഒരു മുഖം ക്ലിയർ ആക്കാനായിട്ട് ഭയങ്കരമായിട്ട് വയസ്സായി എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാഞ്ചന പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ അരച്ച് തേച്ച് തരാം, ആ ഡൾനെസ് ഒക്കെ അങ്ങ് മാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തേക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ രാധികാമ്മ ഇങ്ങനെ കണ്ണടച്ച് കുറച്ച് ഇരിക്കുകയാണല്ലോ. ഗീതു കുറച്ച് ഈ രക്തചന്ദനത്തിന് കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ചാലിച്ചങ്ങോട്ട് തേച്ച് വെച്ച് കൊടുത്തു. ആഹാ, നമ്മുടെ രാധികാമ്മ കിളി മാറി നടന്നു കേട്ടോ, പോകഞ്ഞ് ഒരു രക്ഷയില്ലാതെ. പിന്നെ എല്ലാവരോടും മറിഞ്ഞു വീഴുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതെന്താണെന്നറിയാവോ? അത് വെറുതെ മറിഞ്ഞു വീഴുന്നതല്ല, നമ്മുടെ കാഞ്ചന എണ്ണ കൊണ്ടൊഴിക്കണതാണ്. കാഞ്ചന എണ്ണ രാധികാമ്മയ്ക്ക് വേണ്ടിയിട്ട് കാഞ്ചന എണ്ണ കൊണ്ടൊഴിക്കും കേട്ടോ. രാധികാമ്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഗീതു വീഴാൻ വേണ്ടിയിട്ട് തന്നെയാണ് എണ്ണ കൊണ്ടൊഴിക്കുന്നത്. അവൾ കുറച്ച് ദിവസം ഇവിടെ കിടക്കണം, മാത്രമല്ല കോടതിയിൽ 10-ാം തീയതി കേസിന് എത്തരുത്, അതിനൊക്കെ വേണ്ടിയിട്ട് ആ എണ്ണ കൊണ്ടങ്ങോട്ട് ഒഴിക്കും. എൻ്റെ പൊന്നെ, ആ എണ്ണയ്ക്ക് അത് ആദ്യം വന്ന് മറിഞ്ഞടിച്ച് വീഴണത് ഈ എങ്ങനെയെങ്കിലും അവൾ കേസിന് എത്തരുതെന്ന് മാത്രമാണ് രാധികാമ്മ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എണ്ണ ഒഴിച്ച കാര്യം രാധികാമ്മയും അറിഞ്ഞില്ല. അങ്ങനെ എണ്ണ കൊണ്ടൊഴിച്ച് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ഗീതു വീഴും, അതിൻ്റെ പക്കത്ത് നമ്മുടെ ഗോവിന്ദ് വീഴും, പിന്നെ എല്ലാം കൂടി ഒരു കൂട്ട വീഴ്ച, പിന്നെ അതിനകത്ത് കിടന്ന് വഴിക്ക് തെറിച്ച് എൻ്റെ പൊന്നെ അവസാനം ഗീതു ആദ്യം വീണതിൻ്റെ ഒരു കാലിൻ്റെ ഒരു വയ്യായിക ഉണ്ടായിരുന്നു. ആ ഒരു കാലിൻ്റെ വയ്യായികയിലും നമ്മുടെ ഗോവിന്ദ് തന്നെയാണ് അവളെ പതുക്കെ താങ്ങിയെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പ്രണയം, അവിടെ ഒരു ഗീതുവിന് അവനോടുള്ള പ്രണയം ഗീതുവിൻ്റെ കണ്ണിലിങ്ങനെ ബൾബ് പോലെ കത്തി നിൽക്കുകയാണ്. അത് ഗോവിന്ദ് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. സി യു അഗെയിൻ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.